വേണം പോയി വെള്ളം കുടിക്കാൻ. ഇതെന്താ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ് കേട്ടോ. അപ്പോൾ സ്വന്തം വീടെന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം നാട് പൊന്മനയല്ല. പൊന്മനയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിലർക്കെങ്കിലും അറിയായിരിക്കും. മണി കിട്ടുന്ന കാട്ടിൽമേക്കതിൽ ക്ഷേത്രം എന്ന് പറയുന്ന മണി കിട്ടുന്ന അമ്പലമുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ അതെ ഞാൻ കണ്ടോ വീടിൻ്റെ ഫ്രണ്ടിൽ കാണില്ല, അതായത് TS കനാല കേട്ടോ. അപ്പം ഞാനിവിടെ വന്നപ്പോഴേ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എവിടെ നോക്കിയാലും നെല്ലിക്ക ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞങ്ങളെ ഇവിടെ വീട്ടിൽ ഒരു കാട്ടുനെല്ലി ഇതുണ്ട് കേട്ടോ, കാട്ടുനെല്ലി മരം. അപ്പോൾ എല്ലാ വർഷവും ഇതിനകത്ത് പിടിക്കുമെങ്കിലും ചെറുതാ, വലിയ സൈസൊന്നും അങ്ങനെ ആകത്തില്ല. കാട്ടുനെല്ലി ആയതുകൊണ്ട് പറയണ്ടല്ലോ, ഒരുപാട് ഗുണങ്ങളുള്ളതാണെങ്കിലും നല്ല കയ്പും കൂടെ കേട്ടോ. അപ്പോൾ ഈ തെന്മല, എനിക്ക് തോന്നുന്നു നെല്ലിമരം ഏറ്റവും കൂടുതലുള്ളത് ഈ തെന്മല വനത്തിലാണെന്ന് തോന്നുന്നു. അവിടെയൊക്കെയെന്ന് വെച്ചാൽ ഇപ്പം നിറയെ നെല്ലിക്ക ഇങ്ങനെ പിടിച്ച് നിൽക്കുക. പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ ദൂര സ്ഥലമൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വന്നിട്ട് ഇവിടെ വീട്ടിൽ ഞാൻ ഒത്തിരി ദിവസം കൂടി ഞാൻ ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ വീട്ടിലിങ്ങനെ ഞാൻ വന്നപ്പോൾ ഉണ്ടല്ലോ വേണ്ട എല്ലാ വർഷത്തെക്കാട്ടിലും നല്ല അടിപൊളിയായിട്ട് കേട്ടോ. അപ്പുറത്ത് കുറേ നിൽപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഇതിലും വലുതൊക്കെ ഉണ്ട് നെല്ലിക്ക ഇങ്ങനെ പിടിച്ച്. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ലേ, നമ്മളെ വീട്ടിൽ ഇത് ദൂരെയൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒത്തിരിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു സാധനം നമ്മളെ വീട്ടിൽ നിൽക്കുന്നതെന്ന് ഭയങ്കര സന്തോഷമല്ലേ. അപ്പം ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലുണ്ട്. വേണ്ട ഇവിടെ കണ്ടോ മറ്റേതുണ്ടല്ലോ, നമുക്ക് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചീമനെല്ലിക്ക ഉണ്ടല്ലോ, ചീമനെല്ലിക്കയുടെ ആ ഒരു വലിപ്പമൊക്കെ ഉള്ളു, അപ്പോൾ ആരെ കയ്പുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഇതിലും വലിപ്പം ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പൊഴിഞ്ഞൊക്കെ പോയി, പിന്നെ ഒരുപാട് പേരൊക്കെ പിച്ചിയൊക്കെ എടുത്ത് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തീർന്നു പോയി. ഇത്രയും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. തിന്നോടെ കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റൊക്കെയാണ് തിന്നാൻ കേട്ടോ. നമ്മൾ ആ ചവയ്ക്കുമ്പോൾ അന്നേരം അറിയത്തില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ കയ്പ് അങ്ങോട്ട് ഇറങ്ങി. ഇപ്പം വേണം പോയി വെള്ളം കുടിക്കാൻ. ഇതെന്താ അപ്പോൾ ആദ്യമായിട്ടാണ് അമ്മ പറയുന്നത് എനിക്ക് ഇതിലും ഇന്നെക്കാട്ടിയൊക്കെ ഈ നിൽക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ല വലിപ്പമുള്ള ഉണ്ടായിരുന്നെന്ന്. പക്ഷേ എൻ്റെ പനി കാരണം എനിക്കത് മിസ്സായിപ്പോയി, എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഇതെല്ലാം തീർന്നു. ഞാനിപ്പോൾ ഒരുപാട് പിച്ചുന്നില്ല, എന്തായാലും കണ്ടില്ലയോ, ഇത്രയും കണ്ടുകൊണ്ട് പിച്ചാതെ പോകാനും തോന്നുന്നില്ല. ഒരു ഉപ്പിലിടാനുള്ള ഇല്ലേ ഹരികുട്ടൻ്റെ വാ നിറച്ച് നെല്ലിക്കായ വേണ്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമില്ലേ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അതൊന്നും നമുക്ക് എപ്പോഴും നമ്മളെ വീട്ടിൽ കിളിക്കുന്നതല്ലല്ലോ, ഇതൊന്നും പിടിക്കത്തില്ലല്ലോ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ നമ്മളെ വീട്ടിൽ കിളിക്കുക എന്ന് പറയുമ്പോൾ പിച്ചടാ. ഞാനേ ഈ ജനുവരിയിൽ, ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇടുക്കിയിലെ പഴയരിക്കണ്ടം എന്ന് പറയുന്ന ഉള്ള സ്ഥലത്ത് മക്കുവള്ളി എന്ന് പറയുന്ന ഒരു വനമുണ്ട് കേട്ടോ. ഞാൻ അവിടെ പോയി, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, മക്കുവള്ളി എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവിടെ ഇതേ കണക്ക് നിറയെ ഈ നെല്ലിമരമായിരുന്നു കേട്ടോ ആ കാട്ടിനകത്ത്. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ഇങ്ങനെ കുഞ്ഞത് കിളിച്ച് വരുന്നു കേട്ടോ. വേണ്ടേ ഏകദേശം ഈ ഒരു സൈസ് കണ്ടോ, ഞാനൊന്ന് വീഡിയോ ഞാൻ അതിൻ്റെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു സൈസ് ഉണ്ട്. ഈ ഇത്രയുള്ള ആ നെല്ലിക്ക കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് അവിടെ നിന്ന് ആ മരത്തിൽ ചാടി ഞങ്ങളെ കൂടെ വന്നവരും ഞങ്ങളെല്ലാം കൂടെ കയറിയിട്ട് കുറേ നെല്ലിക്ക, അത് ഭയങ്കര കയ്പായിരുന്നു. ആ നെല്ലിക്ക കുറേ പിച്ചിയായിരുന്നു. പക്ഷെ അതൊക്കെ കണ്ടിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ നമ്മളെ വീട്ടിൽ ഇത്രയും നെല്ലിക്ക ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷമായി. കുറേ കഷ്ടപ്പെട്ടിട്ട് കണ്ട ഇത്രയും ഒരു കോപ്പ, അതായത് ഒരു ചെറിയ കുപ്പിക്കകത്ത് ഉപ്പിലിടാനായിട്ടുള്ളത് ഞാൻ എന്താ പറിച്ചെടുത്തത് കേട്ടോ. കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുകയാണ്. ഇനി വേണം ഇതിങ്ങനെ ഇടയ്ക്ക് ഞാൻ വേറൊരു സ്ഥലം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ വരുമ്പം പോയിരിക്കാറുള്ള ഒരു സ്ഥലം കൂടെ കാണിച്ചു തരാം. പറഞ്ഞ സ്ഥലം ഇതാ കേട്ടോ. ഇതേണ്ടേ നമ്മളെ TS കനാൽ, അതേ ഇതാക്കി കാണുന്നത്. അപ്പോൾ ഞാനിവിടെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ആഹാരം വരെ കഴിക്കുന്നതുണ്ട്. ഇവിടെ വന്നിരുന്ന് എന്തോ അങ്ങോട്ട് നോക്കിയിരുന്ന് കഴിക്കും. അങ്ങോട്ട് നോക്കിയിരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേകതയുണ്ട്. ഇതേണ്ട ആ കാണുന്നുണ്ടോ അക്കര, അപ്പോൾ അതായിരുന്നു ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ആരും ഇപ്പോൾ താമസിക്കുന്നില്ല. അതായത് KMML കമ്പനി എടുത്ത്, കരിമണൽ ഖനനത്തിന് വേണ്ടി കമ്പനി എടുത്ത് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്നൊക്കെ മാറി ഇപ്പം ഇപ്പുറത്താണ്. അപ്പോൾ അതേ കണ്ടോ വള്ളമൊക്കെ കണ്ടോ, ഞങ്ങൾ കടത്ത് വെള്ളത്തിൽ കയറിയായിരുന്നു അക്കരെ ഇക്കരെ ഞങ്ങൾ പോകുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു നെല്ലിക്കായുടെ പിച്ചാൻ വന്നപ്പോഴാണ് ഇത്രയും എൻ്റെ ന്യൂസ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ഞാൻ വലിച്ചു നീട്ടി സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പുതിയൊരു വീഡിയോയിൽ കാണാം.